SFI കാരാണ് എന്ന് വെച്ച് എന്ത് വേണമെങ്കിലും കാണിക്കാം എന്നാണോ ധാരണ? സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ നെഞ്ചു വിരിച്ച് നടക്കുന്ന അഹംഭാവമുള്ള ചോട്ട SFI കാർ ഒന്ന് ശ്രദ്ധിക്കണം. ഒരാളെ ചോദ്യം ചെയ്യാനും അയാളെ പിടിച്ചു നിർത്തി അടിക്കാനും ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? പോട്ടെ, ഇന്നത്തെ കാലത്ത് ഒരാളെ അടിക്കാൻ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? ചോദ്യങ്ങൾ ഉയരുമ്പോഴും പ്രവൃത്തികൾ അതീതമായിട്ട് തന്നെ തുടരുകയാണ് SFIയുടെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടമുറിയിൽ SFI യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി വിചാരണ നടത്തുന്ന വീഡിയോ പുറത്തു വന്നതോടെ ഗുണ്ടകളായി മാറുന്ന SFI പ്രവർത്തകരുടെ ക്രൂരമുഖമാണ് അഴിയുന്നത്. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 2 പേരെ യൂണിവേഴ്സിറ്റി ഓഫീസിലിരുത്തി ഭീഷണിപ്പെടുത്തുന്നതാണ് ദൃശ്യത്തിലുള്ളത്. പത്തോളം വരുന്ന SFI കാർ വളഞ്ഞു നിൽക്കുമ്പോൾ യൂണിറ്റ് ഭാരവാഹികൾ തല്ലിത്തീർക്കാൻ വെല്ലുവിളിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. എതിരാളികളെ കൈകാര്യം ചെയ്യാനാണ് SFI വീണ്ടും ഇടിമുറി തുറന്നത്. കോളേജിലെ ഓഫീസിന് സമീപത്താണ് യൂണിയൻ ഓഫീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇടിമുറിയുള്ളത്. SFIയുടെ യൂണിറ്റ് കമ്മിറ്റി ഓഫീസും ഇവിടെ തന്നെയാണുള്ളത്. വിചാരണയ്ക്കും മർദ്ദനത്തിനും SFIക്ക് താവളമാക്കുകയാണ് ഇവിടം. കഴിഞ്ഞ ദിവസം ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി മുഹമ്മദ് അനസിനെ ഇവിടെ ബന്ദിയാക്കിയാണ് SFI നേതാക്കൾ ക്രൂരമായി ആക്രമിച്ചത്. ഇതോടെ തന്നെ മനസ്സിലാകുന്നത് സംസ്ഥാനത്തെ മിക്ക സ്ഥലങ്ങളിലുമുള്ള SFI ഗുണ്ടകളെയാണ്. അതായത് പാർട്ടിയുടെ പേരിൽ ഗുണ്ടായിസം കളിക്കുന്ന ഒരു പിടി SFI ചോട്ട നേതാക്കന്മാർ. മുൻപ് ക്യാമ്പസിന്റെ ഒത്തുനടക്കാനായിരുന്ന യൂണിറ്റ് ഓഫീസായിരുന്നു പ്രവർത്തിച്ചിരുന്ന ഇടിമുറിയിലാണ് കഴിഞ്ഞ ദിവസം ഒരു ഭിന്നശേഷിക്കാരനെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത്. മാത്രമല്ല SFI നേതാക്കൾ പ്രതിയായി കത്തിക്കുത്തു കേസിന്റെ പശ്ചാത്തലത്തിൽ കോളേജിൽ പോലീസ് പരിശോധന നടത്തുകയും ഇടിമുറിയിൽ നിന്ന് ഒഴിഞ്ഞ മദ്യക്കുപ്പികളും ആയുധങ്ങളും കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇവിടെ എവിടെയാണ് പാർട്ടി നല്ലൊരു കാര്യം കാണിക്കുന്നത്? അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എവിടെയാണ്? എന്താണ് SFI പാർട്ടി കൊണ്ട് കോളേജുകളിൽ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇതിനു മുമ്പ് ഒരു വാർത്ത കണ്ടിരുന്നു. SFI കാരുടെ ക്രൂരമർദ്ദനത്തിൽ ഒരു വിദ്യാർത്ഥി സ്വയം മരിക്കുന്നതായിട്ട്. അത് ആത്മഹത്യയാണെന്ന് പറഞ്ഞു. പലരും പറഞ്ഞു അത് അവർ മർദ്ദിച്ചിട്ടാണ്. സംഭവം ഇങ്ങനെ വീണ്ടും SFIയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്രൂര കൃത്യങ്ങൾ നടക്കുമ്പോഴും യാതൊരു നടപടിയും ഇവർക്കെതിരെ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു മാതൃകയായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതും സർക്കാരിൻ്റെ ഭാഗത്തെ വലിയ വീഴ്ചയാണ്. കാരണം ഇടതുപക്ഷ അനുകൂല ഭാവിയായിട്ടുള്ള ചെറുപ്പക്കാരുടെ പാർട്ടിയാണ്, അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളുടെ പാർട്ടിയാണ് SFI. അതുകൊണ്ട് എപ്പോഴും സർക്കാരിൻ്റെ തണൽ അവർക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വീണ്ടും വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ വീണ്ടും സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ സംഭവിക്കുന്നത്. സംഭവം വിവാദമായതോടെ അന്ന് ഇടിമുറി ഒഴിപ്പിച്ച് ക്ലാസ് മുറിയൊക്കെ മാറ്റിയതായിരുന്നു. ഇപ്പോൾ വീണ്ടും അനധികൃതമായിട്ട് ഈ യൂണിയൻ ഓഫീസ് ആരംഭിക്കുകയും സമാന്തര അധികാര കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുകയാണ് SFIയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. എതിർക്കുന്നവരെ ഈ മുറിയിലിട്ട് മർദ്ദിക്കുന്ന പതിവുണ്ടെന്നും വിദ്യാർത്ഥികളുടെ പരാതി ശരിവെക്കുന്നതാണെന്നും അനസിനും അഫ്സലിനും നേരിട്ട അനുഭവം ഉണ്ടായി. കോളേജിലേക്ക് ചെല്ലാനുള്ള ഭയം മൂലം പ്രിൻസിപ്പലിന് പരാതി ഇമെയിലായി നൽകിയെങ്കിലും ആർക്കെതിരെയും നടപടിയെടുത്തിട്ടില്ല. കാരണം പ്രിൻസിപ്പലിന് പോലും പേടിയാണ് SFI നേതാക്കളെ. SFI നേതാക്കളല്ല, SFI ചോട്ട ഗുണ്ടകളെ. ഈ കോളേജിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് പോലും മാനസികമായിട്ടുള്ള പേടി ഉടലെടുക്കുന്നതും ഇത്തരം ചോട്ട നേതാക്കളുടെ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോഴാണ്. ഇതിനു മുമ്പും മരണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വലിയ രീതിയിലുള്ള ക്രൂരകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും യാതൊരു നടപടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊരു അറുതി വരുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് സർക്കാരിൻ്റെ പരാജയം തന്നെയാണ്, കോളേജിൻ്റെയും പരാജയം തന്നെയാണ്. ഒരിക്കലും ഒരു അധ്യാപകനോളം വളരില്ല ഒരു SFI നേതാവും ഒരു SFI കാരനും. കാരണം അധ്യാപകനാണ് അവിടുത്തെ മേൽനോട്ട ചുമതലയുള്ളത്, അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. പിന്നീട് കഴിഞ്ഞാൽ അധ്യാപകന് മുന്നേ നോക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പളാണ് കൈകാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ ആ പ്രിൻസിപ്പളിന് പോലും അവർക്കെതിരെ ഒരു നടപടി എടുക്കാൻ കഴിയാത്തത് ഇത്തരം ഈ ചോട്ട നേതാക്കളുടെ ഗുണ്ടായുസവും മറ്റ് കാരണങ്ങളും തന്നെയാണ്. ഇവർക്ക് പിന്നിൽ ഇനി ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതും കണ്ടറിയണം. ക്യാമ്പസിലെ SFI നേതൃത്വത്തിന്റെ ധാർഷ്ട്യത്തിന് മുമ്പിൽ സ്വന്തം സംഘടനയിൽപ്പെട്ടവർക്ക് പോലും രക്ഷയില്ല എന്ന് തെളിയിക്കുന്നതാണ് കോളേജിലെ SFI ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റി അംഗവും നാട്ടിൽ DYFI പ്രവർത്തകനുമായ അനിസ് നേരിട്ട ആക്രമണം എന്ന് പറയുന്നത്. ഇത് സ്വന്തം പാർട്ടിയിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല.
അത്തരം കാര്യങ്ങൾ അവിടെ ചെയ്യും. കൊടി കെട്ടാൻ, മരത്തിൽ കയറാനും ഇറങ്ങാനുമുള്ള നേതാക്കളുടെ കൽപ്പന കാലിന് സ്വാധീനമില്ലാത്തതിനാൽ അനുസരിക്കാത്തതിന്റെ പ്രതീകാരമായിട്ട് കോളേജിലെ ഇടിമുറിയിലായിരുന്നു മർദ്ദനം. ആലോചിക്കണം, നമ്മൾ ഒരു പാർട്ടിയിൽ ചേരുന്നു, പാർട്ടിയിലെ വളരെ സന്തോഷത്തോടെ വരുന്നു, എന്തെങ്കിലും ആവാം, എന്തെങ്കിലുമൊക്കെ പഠിക്കാം, കേരളം കണ്ട കമ്മ്യൂണിസം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വിദ്യാർത്ഥി കോളേജിലേക്ക് വന്നതിന് ശേഷം SFI പാർട്ടിയിലേക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ ഉണ്ടാവുന്ന ആൾക്ക് പോലും മർദ്ദനം ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള വിദ്യാർത്ഥികളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. 2ാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് അനസിനെ 1 മണിക്കൂറോളം തടഞ്ഞു വെച്ച് ആക്രമിക്കുന്ന SFI നേതാക്കളിൽ സീനിയർ വിദ്യാർത്ഥികളും ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് എല്ലാവരും കൂടി കൂട്ടത്തിൽ നിന്ന് മർദ്ദിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് മർദ്ദിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് തെറ്റാണ് ആ വിദ്യാർത്ഥിനി ചെയ്തത്? കാലിന് സ്വാധീനമില്ലാത്തതിന്റെ പേരിൽ കൊടി കെട്ടാൻ കയറിയില്ല, അത് അനുസരിക്കാത്തതിന്റെ പേരിലാണ് ഈ SFI പ്രവർത്തകർ ഇത്തരം നീച പ്രവൃത്തികൾ നടക്കുന്നത്. ഒന്നും കൂടി അവസാനമായിട്ട് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങൾക്ക് അധികാരം തരുന്നത് ഒരാളെ അടിക്കാനും ഒരാളെ മർദ്ദിക്കാനും ഒരാളെ ചോദ്യം ചെയ്യാനും? SFIയിലെ ഒരു അംഗമാണെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് എന്ത് കാണിക്കാം എന്നുള്ള ഒരു വ്യാമോഹമുണ്ടല്ലോ, അത് വെറും കാഴ്ചപ്പാട് മാത്രമാണ്. കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കോളേജിൽ കാണുന്ന 100 SFIക്കാരിൽ 4-5 പേര് എവിടെയെങ്കിലും രാഷ്ട്രീയ പിടപാട് കൊണ്ട് രക്ഷപ്പെടും, ബാക്കി എല്ലാവരും തഴഞ്ഞു തന്നെ നിൽക്കും. ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് ജനസമൂഹങ്ങൾക്ക് സഹായമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ പരിപാലിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് എത്രത്തോളം അദ്ദേഹത്തിന് അത് സഹായകരമാകും എന്നുള്ള രീതിയിൽ വേണം ഒരു SFI പ്രവർത്തകനായാലും KSU പ്രവർത്തകനായാലും ആരാവട്ടെ, DYFI ആയാലും ആരായാലും പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ പലപ്പോഴും സ്കൂൾ അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ മാനസികമായിട്ടുള്ള ആഘാതം ഉണ്ടാക്കുകയും അവരെ പല രീതിയിലേക്ക് നയിക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഉത്തരം പറയുന്നത് ഈ SFI നേതാക്കളെ കാട്ടിയും ഇവരെ പടച്ചുവിടുന്നത് ആരാണോ ആ നേതാക്കന്മാരാണ്. കാരണം അവരൊരു കർശന നടപടി എടുക്കണം, അവരൊരു മാതൃക സ്വീകരിക്കണം. ആ ഒരു കാര്യം നടന്നിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ SFI നേതാക്കളല്ല, SFI ഗുണ്ടാ നേതാക്കളുടെ, ചോട്ടായിട്ടുള്ള ഗുണ്ടാ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇനിയും കോളേജുകളിൽ ഉയരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒരു മാതൃകാപരമായിട്ടുള്ള നടപടി നടത്തിക്കഴിഞ്ഞാൽ അത് പക്ഷേ മാറുമെന്നാണ് വിശ്വാസം. കാരണം വിദ്യാർത്ഥികൾക്ക് എപ്പോഴും വിദ്യാഭ്യാസമാണ് വലുത്, പാർട്ടി പിന്നീടുള്ളതാണ്. പാർട്ടി ഇല്ല എന്നല്ല, വിദ്യാഭ്യാസത്തിലും പാർട്ടി വേണം, പക്ഷേ ആദ്യം നമ്മൾ പഠിക്കണം, പിന്നീട് നമ്മൾ പ്രവർത്തിക്കണം എന്നതാണ് ചട്ടം.